കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാ കടന്നു വന്ന ദൈവത്തിൻ്റെ അരിപ്പാൻ ദൈവം നൽകി തന്ന ഈ വലിയൊരു അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ധ്യാനിപ്പാനായിട്ട് കഴിഞ്ഞത്. ലൂക്കോസ് നമുക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ലൂക്കോസ് എഴുത്തുകാരനായിരിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തികൾ ആദിമസഭയുടെ ചരിത്രം വിവരിക്കുന്നതോടൊപ്പം തന്നെ വളരെയധികം ആത്മീയ പാഠങ്ങൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹീതമായ തിരുവെഴുത്താണല്ലോ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് വേണമെങ്കിലും ഈ പുസ്തകത്തിന് നാമകരണം ചെയ്യാം എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചപ്പോൾ മനസ്സിലാക്കി. ഈ അധ്യായങ്ങളിലെല്ലാം നാം കണ്ടുവരുന്നത് പൗലോസിൻ്റെ മിഷണറി യാത്രയാണ്. വിവിധ സ്ഥലങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും തൽഫലമായി സഭകൾ ഉടലെടുക്കുന്നതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണ് നമ്മൾ ഈ 2-3 അധ്യായങ്ങളിൽ പ്രധാനമായി നമ്മൾ കണ്ടത്. മക്കതോനിയയിലേക്കുള്ള വിളി പൗലോസിനെ ലഭിക്കുന്നു. മക്കതോനിയ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയാണ്, ഒരു ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ 2-3 പ്രധാന സ്ഥലങ്ങൾ, അതിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രധാന സ്ഥലമെന്ന് പറയുന്നത് തെസ്സലോനിക്കയായിരുന്നു. മറ്റൊന്ന് നമ്മൾ കണ്ടത് ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ആദ്യം ഒരു ചെല്ലുന്നത്. മൂന്നാമത് ബെരോവ എന്ന് പറയുന്ന സ്ഥലം. ഈ 3 പ്രധാന പട്ടണങ്ങളിലായിരുന്നു മാസിഡോണിയ എന്ന് പറയുന്ന ആ വലിയ പ്രദേശത്തിൻ്റെ ഈ 3 പ്രധാന പട്ടണങ്ങളിൽ നടന്ന സുവിശേഷ വേലയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചത്. ബെരോവയിലെ ജനങ്ങൾ അവർ ദൈവത്തിൻ്റെ വചനം കേട്ടു. ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണം, അതാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ അവർ ഉത്തമന്മാരായിരുന്നു എന്ന് പറയാൻ കാരണം, അവർ തുറന്ന മനസ്സോടെ ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുകയും അത് ദിനംപ്രതി അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുന്നവരായിരുന്നു. കേൾക്ക മാത്രം ചെയ്യാതെ അതിനെ പരിശോധിക്കുന്നവരായിരുന്നു. ആ പ്രത്യേകതകളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾക്ക് ധ്യാനിപ്പാനിടയായത്. എന്നാൽ ബെരോവയിൽ ദൈവത്തിൻ്റെ വചനം പ്രസിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാർ എന്ത് ചെയ്യുന്നു? വന്ന് ഉപദ്രവം ഉണ്ടാക്കുന്നു, എതിർപ്പുകൾ ഉണ്ടാകുന്നു. അങ്ങനെ വളരെയധികം ദൂരത്തേക്ക്, ഏതൻസിലേക്ക്, നമ്മൾ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന രാത്രിയിൽ തന്നെ ആ എതിർപ്പിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം, ബെരോവയിൽ നിന്ന് സഹോദരന്മാർ 14-ാം വാക്യത്തിൽ ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചിട്ട് ശീലാസും തിമത്യോസും അവിടെ തന്നെ പാർത്തു. അപ്പോൾ താൻ ഏകനായിട്ട് അവിടുന്ന് ഒരു രാത്രിയിൽ വീണ്ടും കപ്പൽ കയറി, അല്ലെങ്കിൽ പൗലോസിനോടുകൂടെ വഴിത്തുണ പോയറവനെ അഥേനയോളം, അഥേന എന്ന് പറഞ്ഞാൽ ഏതൻസ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. തനിച്ചാണ് പോകുന്നത്. പോകുന്ന സമയത്ത് കൂടെ വഴിത്തുണയായിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. അവരോട് പറയുന്നത്, ശീലാസും തിമത്യോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരയണമെന്നുള്ള കൽപ്പന വാങ്ങി ഈ വഴിത്തുണ പോയവരെന്ത് ചെയ്തു? മടങ്ങിപ്പോരും. അങ്ങനെ ഏതൻസ് എന്ന് പറയുന്ന പട്ടണം, ആദ്യമായിട്ടാണ് ആ പട്ടണത്തിലേക്ക് പോകുന്നത്. ഏതൻസിൽ എന്താണ് പൗലോസ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അതിൻ്റെ 16 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഈ പ്രസംഗം, ഏതൻസിലെ സുവിശേഷ വേല, ഏതൻസിൽ ചെന്ന് പൗലോസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയും. ധാരാളം കാര്യങ്ങൾ അതിന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇനിയും ഈ ഏതൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രീസിൻ്റെ തലസ്ഥാനമാണ് ഏതൻസ്. ഇന്നും ആ പട്ടണമുണ്ട്. പൗലോസ് അവിടെ സന്ദർശിക്കുന്ന സമയത്ത് ആ ഏതൻസിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമൊന്നും അല്ലായിരുന്നു. നമുക്കറിയാം, അന്നത്തെ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാന പട്ടണമായി, പ്രത്യേകിച്ചും ബുദ്ധിജീവികളുടെ, ഏതൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഫിലോസഫി, തത്വജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഏതൻസ്. ഒരു വാണിജ്യ തലസ്ഥാനം എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ബുദ്ധിജീവികളുടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ യൂണിവേഴ്സിറ്റികളുടെയും വലിയ പഠന കേന്ദ്രമുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഏതൻസ് എന്ന് പറയുന്ന നഗരം. നമ്മൾ കേട്ടിട്ടുണ്ട്, സോക്രട്ടീസ് എന്ന് കേട്ടിട്ടുണ്ട്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന തത്വജ്ഞാനികളെല്ലാം വന്നത് ഈ ഏതൻസിൽ നിന്നാണ്. അപ്പോൾ തത്വജ്ഞാനത്തിൻ്റെ ഒരു പ്രധാന സ്ഥലമായിരുന്നു, ഫിലോസഫി വളർന്നു പന്തലിച്ച ഒരു പ്രധാന സ്ഥലം. ചുരുക്കി പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഗ്രീക്ക് റോമൻ വേൾഡിലെ ബുദ്ധി കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു ഈ ഏതൻസ് എന്ന് പറയുന്ന നഗരം. അപ്പോൾ ധാരാളം ബുദ്ധിജീവികൾ ജീവിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ആ പട്ടണത്തിലാണ് പൗലോസ് ചെല്ലുന്നത്. ഇനി ആ പട്ടണത്തെക്കുറിച്ച് പല പഠനങ്ങളുണ്ട്. ആ പട്ടണത്തെക്കുറിച്ച് പറയുന്നത് ധാരാളം ആർക്കിടെക്ചർ, അതുപോലെ
ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. നമുക്കറിയാം സാധാരണ ബുദ്ധിജീവികളുടെ ഇടയിലൊക്കെ കലയും സംസ്കാരവും ഒക്കെ വളരെ വികാസം പ്രാപിച്ച പല നിലകളിൽ അതിൻ്റെ പ്രദർശനങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടെയായിരുന്നു ഈ ഏതൻസ്. അപ്പോൾ എല്ലാ നിലയിലും വളർച്ച പ്രാപിച്ചൊരു പട്ടണം. ആ പട്ടണത്തിലാണ് ധാരാളം കെട്ടിടങ്ങളുണ്ടായിരുന്നു, ധാരാളം വാസ്തുശില്പ കലകളൊക്കെയുള്ള ധാരാളം കെട്ടിടങ്ങൾ. അതെല്ലാം ഇന്നും പിന്നീട് നമുക്കറിയാം ഈ ഗവേഷകർ അതിനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതൻസിൻ്റെ നഗരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന പട്ടണമായിരുന്നു ഏതൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പട്ടണത്തിൻ്റെ ആ സവിശേഷത കൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ, സാധാരണ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആ പട്ടണത്തിൻ്റെ ഭംഗി മനസ്സിലാക്കുന്ന പോലെ തന്നെ പൗലോസ് ആ സ്ഥലത്ത് ചെല്ലുകയാണ്. 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? 16-ാം വാക്യം. പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ. ആർക്കായിട്ട്? നമ്മൾ 15 കണ്ടു. ആർക്കായിട്ടാണ് പൗലോസ് കാത്തിരിക്കുന്നത്? ശീലാസിനും തീമോത്തിയോസിനും വേണ്ടി കാത്തിരിക്കുകയാണ്. അവരൂടെ വന്നിട്ട് ഒരു പക്ഷേ തൻ്റെ പ്രവർത്തനം തുടങ്ങാനാണോ, അതോ ഇനി അവരുടെ കൂടി ഇനി തിരിച്ച് മാസിഡോണിയയിലേക്ക് പോകാനാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല, അതവിടെ വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്, പൗലോസ് അവിടെ ചെന്ന് കാത്തിരിക്കുകയാണ്. രാത്രിയിൽ ഇവർ, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യത്തിൽ തന്നെ ഒറ്റയ്ക്കാണ് അവർ കൊണ്ടുവന്ന് ഈ അഥേനയിൽ വിട്ടിട്ട് തിരിച്ചുപോയി. തീമോത്തിയോസും ശീലാസും തന്നോടൊപ്പം ഇല്ല. അപ്പോൾ ഒരു പക്ഷേ അവർ വന്നിട്ട് തിരിച്ചിനി മക്കതോനിയയിലേക്ക് തന്നെ പോകാനാണോ? കാരണം മക്കതോനിയയിലേക്കാണ് പൗലോസിനെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ മക്കതോനിയ വിളിയെക്കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ തിരിച്ചിനി ആ ദേശത്തേക്ക് തന്നെ പോകാനാണോ, അതോ ഈ ഏതൻസിൽ വന്നു, അഥേനയിൽ വന്ന് അവരും കൂടെ വന്നിട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ, സുവിശേഷ വേല തുടങ്ങാം, അല്ലെങ്കിൽ അത് ചെയ്യാം എന്ന് ചിന്തിച്ചാണോ എന്നറിയത്തില്ല. അവിടെ എഴുതിയിരിക്കുക, അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ. ഇത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെ അവർക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവർ വരാനായിട്ട് കാത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നഗരത്തിൽ താൻ സഞ്ചരിച്ചു. ആ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോവുകയാണ്. നഗരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അപ്പോൾ ഈ അഥേന എന്ന് പറയുന്ന നഗരം ബിംബങ്ങളാൽ നിറഞ്ഞൊരു നഗരമായിരുന്നു. ധാരാളം ബിംബങ്ങൾ നിറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്നത്, പൗലോസ് അന്ന് സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള ആളുകളെക്കാൾ കൂടുതൽ ബിംബങ്ങൾ. ചില എഴുത്തുകാർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 10,000-30,000 ബിംബങ്ങൾ ആ രാജ്യത്ത്, അല്ലെങ്കിൽ ആ ഏതൻസ് പട്ടണത്തിലുണ്ടായിരുന്നതാണ്. 10,000 ആൾക്കാരെ ആ പട്ടണത്തിൽ അന്ന് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആളുകളെക്കാൾ കൂടുതൽ ബിംബങ്ങളാൽ നിറയപ്പെട്ടൊരു സ്ഥലമായിരുന്നു ഈ ഏതൻസ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, മതപരമായിട്ടും സാംസ്കാരികമായിട്ടും എല്ലാ രീതിയിലും വളരെ ഉന്നതിയിൽ നിൽക്കുന്നൊരു നഗരമായിരുന്നു. ധാരാളം ബിംബങ്ങൾ നിറഞ്ഞൊരു നഗരം. അവിടെ ചെന്ന് ഈ ബിംബങ്ങളെല്ലാം കാണുമ്പോൾ, ആ നഗരത്തിൻ്റെ സൗന്ദര്യമൊക്കെ തന്നെ ഇങ്ങനെ കാണുമ്പോഴും ഈ ബിംബങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിന് ചൂട് പിടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു വാചകമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ വേദപുസ്തകത്തിലെ ചില പദങ്ങൾ അത് തിരിച്ച് മനസ്സിലാക്കുന്നത് നമുക്ക് അത് ഗ്രഹിക്കാൻ കുറച്ചുകൂടെ നല്ലതാണ്. ഇവിടെ പൗലോസ് അവിടെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പൗലോസിനെ സംബന്ധിച്ച് സുവിശേഷവുമായി പലയിടങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുപോയി, പല സ്ഥലങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏതൻസിലും വന്നത്, അഥേനയിലും വന്നത്. പക്ഷെ അവിടെ നോക്കുമ്പോൾ മറ്റ് നഗരങ്ങളെക്കാളെല്ലാം വ്യത്യസ്തമായി. മറ്റ് നഗരങ്ങളെല്ലാം ഇതുണ്ട്, ഇല്ലെന്നല്ല. നമുക്കറിയാം, അന്നുണ്ടായിരുന്ന റോമൻ കോളനികളിലായിരുന്നാലും നഗരങ്ങളിലായിരുന്നാലും എല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ പട്ടണം വല്ലാതെ പൗലോസിൻ്റെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചത് കാരണം മറ്റൊന്നുമല്ല, തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ, ദൈവത്തിൻ്റെ മഹത്വം അതെ മറ്റൊരു രീതിയിൽ മനുഷ്യർ കാണുന്നു എന്ന് കാണുമ്പോൾ തൻ്റെ മനസ്സിന് ചൂട് പിടിച്ച്. ആ പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം മറ്റു പദങ്ങൾ മറ്റിടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ആഴമായി തൻ്റെ ഹൃദയത്തെ അത് നോവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ തൻ്റെ മനസ്സിന് വല്ലാതെ ചൂട് പിടിച്ചു. ഇത് തനിക്കൊരു വലിയ പ്രചോദനമായി. എന്തിന്? സുവിശേഷം അറിയിക്കാനൊരു പ്രചോദനം. അടുത്ത വാചകത്തിൽ, അടുത്ത വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അടുത്ത വാക്യം നോക്കുക. ഇവിടെ നമ്മൾ കാണുന്നത്, അപ്പം തീമോത്തിയോസും ശീലാസും വരുവാൻ കാത്തിരുന്ന പൗലോസ് നഗരത്തിൽ ഇറങ്ങി നഗരത്തിൻ്റെ കാഴ്ചകളിലൂടെ പോയപ്പോൾ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു.
ഉടനെ തന്നെ തൻ്റെ മനസ്സിൽ ഇനി അവർ വരാനൊന്നും കാത്തിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അവനെന്ത് ചെയ്യുകയാണ്? അതൊരു പ്രചോദനമായി ദൈവത്തിൻ്റെ നാമത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ ഇത്രമാത്രം അത് ധിക്കരിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന ജനത്തെ കണ്ടിട്ട്, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ദേശത്തെ കണ്ടിട്ട് ഹൃദയത്തിന് ചൂട് പിടിച്ചിട്ട് പൗലോസിന് അതൊരു വലിയൊരു പ്രചോദനമായി. എന്തിനു വേണ്ടി? സുവിശേഷം അറിയിക്കാനുള്ളൊരു പ്രചോദനമായി. പൗലോസ് പിറ്റേ ദിവസം തൊട്ട് നമുക്കിങ്ങനെ ചിന്തിക്കാം. അവനെന്ത് ചെയ്തു? 3-4 കൂട്ടരോട്, അല്ലെങ്കിൽ പ്രധാനമായി 3 കൂട്ടരോട് സുവിശേഷം പൗലോസ് ഈ ദേശത്ത് പങ്കുവെച്ചെന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, സാധാരണ താൻ ചെയ്യുന്നത് പോലെ അവൻ പള്ളിയിൽ വെച്ച്, പല ആവർത്തി ഞാനത് ഓർപ്പിച്ചു, അവിടെ പള്ളി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പള്ളിയാണ്, സിനഗോഗിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് ഒരു റബി ആയിരുന്നതുകൊണ്ട്, പരീശനായിരുന്നതുകൊണ്ട് എവിടെയെല്ലാം സിനഗോഗ് ഉണ്ട് അവിടെയെല്ലാം പോയി പ്രസംഗിക്കാനുള്ള സാവകാശം പൗലോസിന് ലഭിക്കുമായിരുന്നു. അപ്പോൾ ഏത് പട്ടണത്തിൽ ചെന്നാലും ഒട്ടും പരിചിതമല്ലെങ്കിലും അവിടെയുള്ള സിനഗോഗുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനുള്ള അവസരം തനിക്ക് ലഭിക്കുമായിരുന്നു. അത് താൻ പ്രയോജനപ്പെടുത്തി. അപ്പോൾ ഈ പട്ടണത്തിൽ ഒരു സിനഗോഗുണ്ട്. യഹൂദന്മാർ 10 പുരുഷന്മാർ അടങ്ങുന്ന ഒരു സംഘം ഏത് പട്ടണത്തിലുണ്ടെങ്കിലും അവർക്കൊരു സിനഗോഗ് അനുവദിക്കും. അപ്പോൾ ആ സിനഗോഗിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം, നമുക്കറിയാം പഴയ നിയമമാണ്, എന്നാൽ പഴയ നിയമ ഭാഗത്തു നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച്, അവർക്ക് മശിഹായെക്കുറിച്ച് അവർക്ക് തെളിയിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. ഇത് പൗലോസ് ഈ പട്ടണത്തിലും തുടരുന്നു. ആ പള്ളിയിൽ ചെന്ന് കൂടി വന്നവരോട് തിരുവെഴുത്ത് ആധാരമാക്കി സുവിശേഷം അറിയിച്ചു. പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരെന്ന് പറഞ്ഞിരിക്കുന്നതും പല ആവൃത്തി ഇപ്പോൾ നമ്മളത് പഠിച്ചു. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് യഹൂദന്മാർ. ദൈവഭക്തന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് 2 രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അവർ വിജാതീയമായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണെങ്കിലും യഹൂദന്മാരുടെ രീതിയെ സ്വമനസാലെ സ്വീകരിക്കുകയോ, പൂർണ്ണമായിട്ട് അവർ യഹൂദരായിട്ടില്ല, യഹൂദരാകണമെങ്കിൽ പരിച്ഛേദന കേൾക്കണം, എന്നാൽ പൂർണ്ണമായ യഹൂദരായിട്ടില്ലെങ്കിലും അവരുടെ വിശ്വാസത്തെ വിട്ടുകളഞ്ഞ് യഹൂദന്മാരോട് പക്ഷം ചേർന്ന്, അല്ലെങ്കിൽ യഹൂദന്മാർ ആരാധിക്കുന്ന സത്യദൈവത്തോടുള്ള ഭക്തി മൂലം അവരുടെ ആരാധനയിലും അവരുടെ പ്രാർത്ഥനയിലും ഒക്കെ സംബന്ധിക്കുന്നവർ, അങ്ങനെ വേണം ദൈവഭക്തന്മാർ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ 2 കൂട്ടം ആളുകളുണ്ട്. യഹൂദന്മാരുമുണ്ട്. യഹൂദന്മാരോട് ആഭിമുഖ്യമുള്ള, ആ ആരാധനയോട് താല്പര്യമുള്ള കുറേ ആളുകളും അവിടെ കൂടുന്നുണ്ട്. അവരോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. 2, ചന്തസ്ഥലത്ത് കോമൺ പ്ലേസ്, ചന്തസ്ഥലം എന്ന് പറഞ്ഞാൽ കോമൺ പ്ലേസ്, അവരുടെ എല്ലാ ജീവിത വ്യവഹാരങ്ങളൊക്കെ നടക്കുന്ന പൊതുസ്ഥലത്ത് കൂടി വന്ന ആളുകളോട്, മാർക്കറ്റ് പ്ലേസിൽ കൂടി വന്ന ആളുകളോടൊക്കെ എന്ത് ചെയ്തു? യഹൂദന്മാരോട് ദൈവഭക്തന്മാർ ചന്തസ്ഥലത്ത് ദിവസേന, നമുക്കറിയാം യഹൂദന്മാരുടെ പള്ളികളിൽ ആഴ്ചയിൽ ഒരു ശബത്ത് ദിവസം മാത്രമേ കൂടി വരുള്ളൂ. ആ ശബത്ത് ദിവസത്തിലാണ്, ചിലയിടങ്ങളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ശബത്ത് ദിവസത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചെന്ന് മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ആഴ്ചയിൽ ഒരിക്കൽ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുന്നു. ബാക്കിയുള്ള സമയമെല്ലാം ചന്തസ്ഥലത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പോയി ദിവസേന, എല്ലാ ദിവസവും നോക്കിയേ, ദിവസേന കണ്ടവരോട് സംഭാഷിച്ചു പോന്നു. ഡയലോഗ് എന്നുള്ളൊരു പദമാണ് ഇംഗ്ലീഷ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംഭാഷണ രീതി. ഇനി ആ സംഭാഷണ രീതിയെക്കുറിച്ച് പറയുന്നത്, ചന്തസ്ഥലത്തുള്ള സംഭാഷണ രീതി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സംവാദ രീതിയാണ്. അതിൻ്റെ കാരണം പൗലോസ് അത് മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണെന്നാണ് പറയുന്നത്. കാരണം ഈ ഏതൻസ് എന്ന് പറയുന്ന പട്ടണം ഞാൻ പറഞ്ഞു, തത്വജ്ഞാനികളാൽ, അല്ലെങ്കിൽ തത്വജ്ഞാനത്തിൻ്റെ ഒരു അടിത്തറയുള്ളൊരു നഗരമാണ്. അവിടെ ഉള്ള സംവേദന രീതി എന്ന് പറയുന്നത് തന്നെ അവരുടെ പഴയകാല സോക്രട്ടീസ് എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ചിരുന്ന പഠന രീതി എന്ന് പറയുന്നത് സംവേദനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നതനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവേദന രീതി, അല്ലെങ്കിൽ 2 വേ കമ്മ്യൂണിക്കേഷനാണ് ഈ സോക്രട്ടീസ് ഉപയോഗിച്ചുകൊണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് മറുപടി ലഭിക്കുമ്പോൾ അത് വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പം ഇതേ രീതി തന്നെയാണ് ഈ ചന്തസ്ഥലത്ത് പൊതുരംഗങ്ങളിലുള്ളവരോട് പൗലോസ് മനഃപൂർവ്വമായി അതേ രീതി തന്നെ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ആ രീതിയിൽ തന്നെ ചന്തസ്ഥലത്തുള്ളവരോട് പൗലോസ് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ദിവസേന അവരോട് സംഭാഷിച്ചു പോകുന്നു. 3ാമതൊരു കൂട്ടരെ കുറിച്ചുകൂടെ അവിടെ പറയുന്നുണ്ട്. അവരാരാണ്? 18ാം വാക്യം. സ്തോയിക്കരും തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു. 3ാമതൊരു കൂട്ടരോടും പൗലോസ് വാദിക്കുന്നു. ആ വാദം എന്നുള്ളതും നമുക്കറിയാം ഒരു ടെക്നിക്കൽ വേർഡാണ്. അതായത്
സാധാരണ ആളുകളോട് പറയുന്നത് പോലെയല്ല. തത്വജ്ഞാനികളോട് പറയുമ്പോൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച്, അവരുടെ കഴിവിനെ അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിക്കനുസരിച്ച് അവരോട് ഇടപെടേണ്ട നിലയിൽ, നമുക്കറിയാം സാധാരണ മനുഷ്യരോട് ഇടപെടുന്ന പോലെ തത്വജ്ഞാനികളായ മനുഷ്യർ പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവരോട് അതിൻ്റെ നിലയിൽ അവരോട് സംസാരിക്കാനായിട്ട് പൗലോസിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവിടെ രണ്ട് കൂട്ടം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ. പൗലോസൊക്കെ അവിടെ ചെല്ലുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ എപ്പിക്യൂര്യരെക്കുറിച്ചും സ്റ്റോയിക്കരെക്കുറിച്ചും നമുക്ക് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുവാൻ കഴിയും. ഇവർ രണ്ടുപേരും BC 300 ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളുടെ പേരിലാണ് ഈ രണ്ട് ഫിലോസഫി ഉണ്ടായത്. അവരുടെ പ്രധാന ഫിലോസഫി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എപ്പിക്യൂര്യരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. അവർ പറയുന്നത്, നമ്മൾ സുവിശേഷങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകും എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ലെന്ന് അവർ പറയുന്നില്ല. പക്ഷെ ദൈവം ആരാണ്? ദൈവം അങ്ങ് ഉയരങ്ങളിൽ വസിക്കുന്നു. മനുഷ്യൻ്റെ സാധാരണ കാര്യങ്ങളിലൊന്നും ദൈവം എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല. അതാണ് എപ്പിക്യൂര്യരുടെ സിദ്ധാന്തം. ദൈവം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദൈവം മനുഷ്യൻ്റെ സാധാരണ വിഷയത്തിലൊന്നും ദൈവത്തിന് ഇടപെടാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വലിയ കാര്യമില്ലെന്ന് അവർ പറയുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. അവരുടെ പ്രധാന തിയോളജിയാണ്, അല്ലെങ്കിൽ ചിന്താഗതിയാണ്. അപ്പോൾ ആ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്ലഷർ, സന്തോഷമായിട്ട് ജീവിക്കുക, തിന്നുക, കുടിക്കുക, നാളെ ചാകും. ന്യായവിധി ഇല്ലെന്ന് അവർ വിശ്വസിക്കുക. അങ്ങനെ പല കാര്യങ്ങളും. ഉയർത്തെഴുന്നേൽപ്പിനെ അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ ബൈ ചാൻസ് ഈ ലോകത്തിൽ യാദൃശ്യമായിട്ട് അവൻ വരുന്നു, ജീവിക്കുന്നു, കടന്നു പോകുന്നു. ഇതാണ് എപ്പിക്യൂര്യരുടെ സിദ്ധാന്തം. നമ്മളത് ഒരു പഴയ തത്വജ്ഞാനമൊന്നുമല്ല. ഇന്നും മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഈ ലോക ജീവിതം ഇവിടം കൊണ്ട് മനുഷ്യനെല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അവർ സംശയിക്കുമ്പോൾ തന്നെ ദൈവം മനുഷ്യരുടെ കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള ചിന്താഗതിക്കാർ അന്നും ഇന്നുമുണ്ട്. അതൊരു ഫിലോസഫിയാണ്. രണ്ട്, സ്റ്റോയിക്കരെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. അവർ പറയുന്നു എല്ലാ വസ്തുവിലും ദൈവത്തിൻ്റെ അംശമുണ്ട്. എല്ലാ വസ്തുവിലും ദൈവത്തിൻ്റെ അംശം. അത് മനുഷ്യനിലുമുണ്ട്. ചേതനയറ്റ വസ്തുക്കളിലെല്ലാം നല്ല അംശങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നു, മരിച്ചു കഴിയുമ്പോൾ ആ നല്ല അംശം, മനുഷ്യനിലുള്ള നല്ല അംശം ദൈവത്തിങ്കൽ ചെന്ന് ചേരും. ഇവരുടെ ഫിലോസഫിയിലെ തത്വജ്ഞാനത്തിൻ്റെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പറയല്ലോ എല്ലാം ഒരു വിധിയാന്ന് പറയത്തില്ലേ, അത് വാസ്തവത്തിൽ ഈ സ്റ്റോയിക്കരിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നത്. അവരെല്ലാം പറയുന്നത് എന്തുവാ, അതൊരു വിധിയാണ്. അത് നമ്മൾ പറയത്തില്ല, ഏത് കാര്യം സംഭവിച്ചാലാ അത് വിധിച്ച പോലൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ പറയാം. അത് ഈ സ്റ്റോയിക്കരുടെ ഒരു തത്വജ്ഞാനമാണെന്നാണ് പറയുന്നത്. എല്ലാം വിധി പോലെ നടക്കത്തുള്ളൂ. നമ്മളൊരു പക്ഷേ അത് പറയുന്നതിന് മറ്റൊരർത്ഥം നമ്മളതിന് കൊടുക്കുന്നുണ്ടെങ്കിലും ദൈവ ഇഷ്ടമെന്നുള്ളൊരു കാര്യമായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് മനുഷ്യർ പറയുമ്പോൾ എന്താ, അതെല്ലാം വിധിച്ച പോലെ നടക്കത്തുള്ളൂ എന്ന് പറയാറുണ്ട് സാധാരണ മനുഷ്യർ. അത് ഈ സ്റ്റോയിക്കരുടെ ഒരു സിദ്ധാന്തമാണ്. എല്ലാം വിധി പോലെ നടക്കും. അതുകൊണ്ട് എന്ത് ചെയ്തോണം, ദൈവം വിധിച്ചിരിക്കുന്നു, അത് നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കരണനീയം. അത് ഏറ്റെടുക്കുക. അതിനെ തിരസ്കരിക്കാനോ വേണ്ട എന്ന് പറയാനോ ഒന്നും ആർക്കും സാധ്യമല്ല. എല്ലാം വിധി പോലെ നടക്കത്തുള്ളൂ എന്ന ഒരു സിദ്ധാന്തം. അപ്പം അതിനകത്ത് അവർ പറയുന്നത്, നമുക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏറ്റെടുക്കുക, നമ്മൾ സമർപ്പിക്കുക, വേദനയാണെങ്കിൽ അത് സഹിക്കുക. ഈ ഒരു സിദ്ധാന്തമാണ് സ്റ്റോയിക്കരുടെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പൗലോസിൻ്റെ തുടർന്നുള്ള 22 മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും പൗലോസ് ഖണ്ഡിച്ചുകൊണ്ട് പൗലോസിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് വളരെ ചിന്തനീയമായ കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരോട് പൗലോസ് എന്ത് ചെയ്യുകയാണ്, വാദിക്കുകയാണ്. ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ തത്വജ്ഞാനികളായ മനുഷ്യരോട്, സാധാരണ ജനങ്ങളോട്, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ കണ്ടവരോട്, 3 യഹൂദന്മാരുടെ പള്ളിയായ സിനഗോഗിലും ചെന്ന് സുവിശേഷം പറയുകയാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും പൗലോസിൻ്റെ സുവിശേഷ പ്രവൃത്തിയുടെ ആ വിധങ്ങളെക്കുറിച്ച്, സ്ട്രാറ്റജിയെക്കുറിച്ച്, തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. നോക്കിയേ, ഈ 3 നിലകളിലും സംസാരിക്കാൻ നമുക്കറിയാം. പള്ളിയിൽ യഹൂദന്മാരോട് സംസാരിക്കുന്ന സുവിശേഷം, അല്ലെങ്കിൽ പഴയ നിയമം ആധാരമാക്കി അവരോട് മശീഹായെക്കുറിച്ച് സംസാരിക്കാൻ പൗലോസിന് നല്ല കഴിവാണ്. കാരണം താനൊരു പരീശനാണ്. എന്നാൽ അതേ നിലയിൽ തന്നെ ചന്തസ്ഥലത്ത് കാണുന്ന സാധാരണക്കാരായ ആൾക്കാരോടും അവർ സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്ന, സോക്രട്ടീസ് ഉപയോഗിച്ചിരുന്ന പഠന രീതിയെ ആസ്പദമാക്കി അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗിൽ ഏർപ്പെടുവാനുള്ള കഴിവ് പൗലോസിനുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്നത്,
അപ്പോൾ പൊതുസ്ഥലത്ത് അവരോട് സംവാദിക്കേണ്ട രീതി, അവിടെ ഒരുപക്ഷെ വലിയ ദൈവശാസ്ത്രപരമായ അറിവൊന്നുമല്ല. നമുക്കറിയാം, സാധാരണ ജനങ്ങളോട് വലിയ ദൈവശാസ്ത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടേതായ രീതിയിൽ അവർക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ചിലർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ ചന്തസ്ഥലത്തു കൂടി സംസാരിച്ചു എന്നുള്ളതിനെ ആധുനിക രീതിയിൽ വ്യാഖ്യാനിച്ചാൽ നമ്മുടെ പരസ്യയോഗത്തിനോടൊക്കെ സമാനമാണെന്ന് പറയാറുണ്ട്. ചിലർ പറയുന്ന പരസ്യയോഗത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞെന്ന്. പക്ഷെ അങ്ങനെയല്ല. നല്ല രീതിയിൽ നമുക്ക് പൊതുസ്ഥലങ്ങളിൽ ആ കൂടി വരുന്ന ജനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ലളിതമായി സുവിശേഷം പങ്കുവെക്കാൻ കഴിയാവുന്ന ഒരു നല്ല മാധ്യമമായിട്ട് പരസ്യയോഗത്തെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 തത്വജ്ഞാനികളായ മനുഷ്യർ. അവർ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വലിയ യൂണിവേഴ്സിറ്റികൾ, വലിയ ഫിലോസഫികളുടെ ഒക്കെ കേന്ദ്ര സ്ഥാനമായിരുന്ന ഇടങ്ങളിൽ ചെന്ന് കേവലം ഒരു സാധാരണ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ഒരു പക്ഷേ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയത്തില്ല. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു കോമൺ പ്രതലം നമുക്കുണ്ടാകണമല്ലോ. നമ്മൾ പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു രീതി അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവരുടെ ബുദ്ധിതലത്തിൽ എത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് കർത്താവിൻ്റെ വചനം അറിയിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാലത്ത് ടി വിയിലൂടെ സുവിശേഷം അറിയിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരു കൂട്ടരൊക്കെ അതിനെ എതിർത്തു. കാരണം ഒരു ദൈവദാസൻ നേരിട്ട് നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നതും റെക്കോർഡ് ചെയ്ത ഒരു ടി വിക്കകത്തോടെ സുവിശേഷം പറയുന്നതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ടെന്നാണ് നമ്മളന്ന് മനസ്സിലാക്കി. എന്നാൽ നമുക്കറിയാം, ടൈംസ് ഓഫ് ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിലെ പത്രങ്ങളിൽ വന്ന ഒരു സർവേ അനുസരിച്ച് നമുക്കൊരു കാലത്തും ഈ സുവിശേഷമായിട്ട് കടന്നു ചെല്ലാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും സുവിശേഷം കേൾക്കാൻ സാധ്യതയില്ലാത്ത അനേകം ഭവനങ്ങളിൽ എന്ന് പറഞ്ഞാൽ മറ്റ് ഇതര മതസ്ഥരായ മനുഷ്യർ, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല. പക്ഷേ അവർ ടി വി ഓൺ ചെയ്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ യാദൃച്ഛികമോ ഈ പരിപാടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാന പത്രത്തിൻ്റെ ഒരു സർവേയിൽ അവർ മനസ്സിലാക്കി. അവരുടെ വിശ്രമമുറിയിലിരുന്നോ അവരുടെ കിടപ്പുമുറിയിലിരുന്നോ മറ്റാരും കാണാതെ അവരിത് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു സർവേയിൽ വളരെ വ്യക്തമാക്കി. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ ആ ഒരു സുവിശേഷീകരണ പ്രവർത്തനം ആ ടി വിയിലൂടെ അത് പ്രസൻറ്റ് ചെയ്യുവാൻ അങ്ങനെയുള്ള ചാനലുകൾ, അങ്ങനെയുള്ള വിവിധ പ്രവർത്തന മാധ്യമങ്ങളെ എല്ലാം ദൈവം എന്ന സമൂഹത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരു സത്യമായ കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ സന്ധിക്കുവാനും അങ്ങനെയുള്ള ആളുകളെ അവരുടെ ബുദ്ധിതലങ്ങളിൽ ചെന്ന് അവരോട് ഏറ്റവും കുറഞ്ഞത് അവരോട് സുവിശേഷം പങ്കുവെക്കാനെങ്കിലും കഴിയുന്നു എന്നുള്ളത് നമുക്ക് അത് വളരെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് 3 കൂട്ടരോട് പൗലോസ് സുവിശേഷം പങ്കുവെക്കുന്നു. അതിന് 3നും പൗലോസ് പ്രാപ്തനായിരുന്നു എന്നുള്ളതും വളരെ ചിന്തനീയമാണ്. പള്ളിയിൽ പ്രസംഗിക്കാൻ ഒരുപക്ഷെ പൗലോസിന് എളുപ്പമായിരുന്നിരിക്കാം. എന്നാൽ ചന്തസ്ഥലത്ത് കൂടി വന്ന ജനത്തിൻ്റെ ആ കൂട്ടത്തിൻ്റെ നിലയറിഞ്ഞ് അവരോട് സംസാരിക്കുവാനും അവിടെ ഉണ്ടായിരുന്ന തത്വജ്ഞാനികളായ മനുഷ്യരോടും സംവാദിക്കത്തക്ക നിലയിൽ ദൈവം തൻ്റെ ദാസനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഈ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാ പട്ടണങ്ങളിലും, നമ്മൾ ബെരോവയിലായിരുന്നാലും അതിനു മുമ്പേ നടന്ന തെസ്സലോനിക്ക പട്ടണത്തിൽ, അതിനു മുമ്പേ നടന്ന ഫിലിപ്പെ പട്ടണത്തിലെല്ലാം ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ അഥേന എന്ന് പറയുന്ന, ഏതൻസ് എന്ന് പറയുന്ന ഈ പട്ടണത്തിലെ സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഒരു പഠനം, ചിലർ പറയുന്നത് ഈ അഥേന എന്ന് പറയുന്ന പട്ടണത്തിൽ ഇതുവരെ ഉണ്ടായതുപോലെയുള്ള എതിർപ്പുകളോ ഉപദ്രവങ്ങളോ ഒന്നും പൗലോസിന് ഉണ്ടായതായിട്ട് ഇവിടെ വായിക്കുന്നില്ല. മറ്റെല്ലാ പട്ടണങ്ങളും, ഇപ്പോൾ ബെരോവയിൽ നമ്മൾ കണ്ടു, അവിടെയും തെസ്സലോനിക്കയിൽ നിന്ന് വന്നൊരു പ്രശ്നം ഉണ്ടാക്കി പൗലോസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു. അതിനു മുമ്പ് തെസ്സലോനിക്കയിൽ നമ്മൾ കണ്ടു, യഹൂദന്മാർ വന്ന് ആളുകളെ ഇളക്കി പൗലോസിനെ ഓടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഫിലിപ്പിയിലും കാരാഗ്രഹത്തിൽ കിടക്കേണ്ട വന്നു. എന്നാൽ അവിടെയെല്ലാം അനുഗ്രഹീതമായ ഫലകരമായ സുവിശേഷ വേല പൗലോസ് ചെയ്തു എന്ന് മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവുണ്ടായി, സഭയുണ്ടായി. ഈ അഥേന എന്ന് പറയുന്ന പട്ടണം നമ്മൾ ഈ 34 വരെ വായിക്കുമ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതുപോലെയുള്ള എടുത്തു പറയത്തക്ക ഒരു എതിർപ്പും അവിടെ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ തന്നെ നേരെ തിരിച്ച് നമ്മൾ മനസ്സിലാക്കുക, പറയത്തക്ക ഒരു ഫലം ഉണ്ടായതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. ചിലരൊക്കെ ഒന്ന് വിശ്വസിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. നോക്കിയാൽ നമുക്കത് നോക്കാം. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. രണ്ട് നിലയിലാണ് പ്രതികരണം ഉണ്ടായത്. ഒരു കൂട്ടർ പറഞ്ഞു, ഈ വിടുവായൻ എന്ന് പറഞ്ഞാൽ, വിടുവായൻ എന്നുള്ള മലയാള വാക്യത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്
അതിൻ്റെ പ്രധാന പദമെന്ന് പറയുന്നത് സീഡ് പിക്കർ എന്ന് പറയുന്ന ഒരു പക്ഷിയോട് തുലനം ചെയ്തുള്ളൊരു വേർഡാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ ചില അറിവുകളെടുത്ത് സ്വന്തമായി സ്വന്തം അറിവാണെന്നുള്ള ബോധത്തിൽ പ്രസ്താവിക്കുന്നു. അങ്ങനെയുള്ളവരെ പറയുന്ന ഒരു പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതാണ് വിടുവായൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറേ അറിവുകളെടുത്ത് സ്വന്തം തൻ്റെ ബുദ്ധിയിലുള്ള അറിവല്ല, അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയിലുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നല്ല, അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് സ്വന്തമായി തൻ്റേതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിക്കാണ് വിടുവായൻ എന്നുള്ള പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പം ഇവർ ഞാൻ പറഞ്ഞല്ലോ തത്വജ്ഞാനികളാണ്. അവർ വളരെ പഠിച്ചും വളരെ ഗ്രഹിച്ചും വളരെ ബുദ്ധിമാന്മാരായ ആളുകളാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ പൗലോസ് എന്താ പറയുന്നത്? അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും ചേരാത്ത രീതി പറയുന്നു എന്നുള്ള തോന്നലാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ തങ്ങളുടെ അത്രയും അവർ ബുദ്ധിമാനല്ല, അല്ലെങ്കിൽ സ്വന്തമായൊരു ബോധ്യമില്ലാത്തൊരാളാണ് ഈ സംസാരിക്കുന്നതെന്നുള്ള ചിന്തയാണ് ഒരു കൂട്ടർക്കുണ്ടായത്. ആർക്കാണ് അങ്ങനെ ഉണ്ടായതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അത് ആർക്കായിരിക്കണം? ഈ പറയുന്ന എപ്പിക്യൂറിയൻസിനായിരിക്കണം. കാരണം അവരുടെ വിശ്വാസത്തിനെതിരായിട്ടാണ് ആര് പ്രസംഗിക്കുന്നത്? പൗലോസ് പ്രസംഗിക്കുന്നത്. കാരണം എന്താണ്? പൗലോസ് പ്രസംഗിക്കുന്നത് നിശ്ചയമായിട്ടും യേശുവിനെ കുറിച്ചാണ്. യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പ്രസംഗിക്കുന്നുണ്ട്. അത് നമ്മൾ താഴോട്ട് ആ പ്രസംഗം വരുന്നുണ്ട്. അപ്പോൾ പുനരുത്ഥാനമില്ലെന്നും ന്യായവിധിയില്ലെന്നും വിശ്വസിക്കുന്ന എപ്പിക്യൂറിയൻസിനെ സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും ഇതിനെ എന്ത് ചെയ്തു? ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നുവെന്ന് ചിലരും, എന്ന് പറഞ്ഞാൽ പൗലോസിനെ ഇൻസൾട്ട് ചെയ്തെന്നാണ്, അവിടുന്ന് ഇവിടുന്നും കിട്ടിയ അറിവുകൾ ഇങ്ങനെ പങ്കുവെക്കുന്നു. തങ്ങൾ വിശ്വസിക്കുന്നതിനൊക്കെ വിരുദ്ധമായത് പറയുന്നത് കേൾക്കുമ്പോൾ അവരതിനെ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് വിടുവായൻ എന്ന് പൗലോസിനെ അവരെ ഇൻസൾട്ട് ചെയ്ത് പറയുവാനിടയായി. എന്നാൽ മറ്റു ചിലരെന്ത് പറഞ്ഞു? അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ദേവതകളെ ഘോഷിക്കുന്നുവെന്ന് തോന്നുന്നുവെന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പം മറ്റു ചിലർ അതൊരു പക്ഷേ ആരായിരിക്കാം? ഈ സ്റ്റോയിക്കരായിരിക്കാം. അവർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസമുണ്ട്. അവർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ മറ്റു ദേവതകളെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാവുന്നതുകൊണ്ടും എല്ലാം ദൈവത്തിൻ്റെ വിധിയാണെന്നും പുനരുത്ഥാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ആയതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവൻ മറ്റ് ദേവതകളെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് എന്ന്. അതാ ആ പൗലോസിൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ച പദം, യേശു എന്ന് ഉപയോഗിച്ചതും പുനരുത്ഥാനം എന്നുള്ള പദവും ഒക്കെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ പദങ്ങൾ കേട്ടപ്പോൾ അവർക്ക് തോന്നിയത് മറ്റ് ദേവതകളുടെ ആരുടെയോ പേരുകളാണെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെയാണ് അവർക്ക് ആ ഒരു തോന്നലുണ്ടായത്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഇവൻ മറ്റ് ദേവതകളെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നു. ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പദം പറയുന്നത് കേട്ടിട്ടാണ് പറഞ്ഞത് ഇവർ മറ്റ് ദേവത. അവർക്ക് യേശുവിനെ കുറിച്ചൊന്നും അറിയത്തില്ല. പണ്ട് എവിടെയോ നോർത്ത് ഇന്ത്യയിൽ പോയി ഇങ്ങനെ യേശു മശിയെക്കുറിച്ച് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ഉഷ മെഷീനെ കുറിച്ച് അറിയും. ഉഷയുടെ മെഷീന് ഗ്രാമങ്ങളിൽ അതേ അറിയത്തുള്ളൂ. അത് നടന്നൊരു സംഭവമാണ്. അവർക്ക് യേശു എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയത്തില്ല. അപ്പം അവർ വിചാരിച്ചത് ഈ അന്ന് ഉണ്ടായിരുന്ന തയ്യൽ മെഷീൻ എന്ന് പറയുന്നത് ഉഷയുടെ മെഷീൻ, അതേ ഞങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിലെന്തോ ഒരു സാധനമാണെന്നാണ് വിചാരിച്ച്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരിക്കൽ പോലും യേശുവിൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവർക്കും യേശുവിനെക്കുറിച്ചും പുനരുത്ഥാനം എന്നുള്ള ആ വാക്കിൻ്റെ ഗ്രീക്ക് വേർഡ് അതും കേട്ടപ്പോൾ അവർ വിചാരിച്ചത് വേറെ ഏതോ ദേവതകളുടെ പേരാണ് എന്ന് വിചാരിച്ചാണ് അവർ പറഞ്ഞത് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ അവനെ പിടിച്ച് അരയോബ കുന്നിന്മേൽ കൊണ്ടുചെന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഈ രണ്ട് നിലയിലുള്ള പ്രതികരണം അവിടെ ഉണ്ടാകുകയാണ്. രണ്ട് നിലയിലുള്ള പ്രതികരണം അവിടെ ഉണ്ടായി. ഒരു കൂട്ടർ ഇവൻ സ്വന്തമായി പ്രസ്താവിക്കുവാൻ അല്ലെങ്കിൽ ബുദ്ധിയിൽ നിന്ന് തൻ്റെ സ്വന്തം ബോധ്യങ്ങളിൽ നിന്ന് പ്രസംഗിക്കാതെ അല്ലെങ്കിൽ പറയാതെ പല അറിവുകൾ അവിടുന്ന് ഇവിടുന്നുമുള്ള അറിവുകളെടുത്ത് കോർത്തിണക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് പൗലോസിനെതിരെ അവർ ഉന്നയിക്കുന്നത്. അവർ തത്വജ്ഞാനികളായതുകൊണ്ട് ആ നിലയിൽ അതിനെ കണ്ടു. മറ്റൊരു കൂട്ടർ പറഞ്ഞു ഇവർ അന്യദേവതകളെ ഘോഷിക്കുന്നു. അടുത്ത വാചകത്തിൽ നമ്മൾ കാണുന്നത് അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ. അത് വളരെ ശ്രദ്ധേയമാണ്. ഈ അരയോപക കുന്ന് എന്ന് പറയുന്നത് അഥേനയിൽ ഏതൻസിലുള്ള ഒരു കുന്നിൻ പ്രദേശമാണ്. ഒരു കുന്ന്, സത്യത്തിൽ ഒരു കുന്ന് തന്നെയാണത്.
അരയോപകസ് അല്ലെങ്കിൽ അരയോപക കുന്ന് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് അവരുടെ ഒരു ദേവന്റെ, മാഴ്സ് എന്ന് പറയുന്ന അവരുടെ ദേവന്റെ കുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അങ്ങനെയാണ്. അവരുടെ ഒരു ദേവന്റെ, മാഴ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ദേവനായിരുന്നു. മാഴ്സ് നമ്മൾ കേട്ടിട്ടുള്ള ചില പേരുകൾ, അപ്പോളോ, മാഴ്സ്, ജൂപ്പിറ്റർ, മെർക്കുറി, ഡയാന, ഇതെല്ലാം ഏതൻസിൽ നിന്ന് വന്ന ദേവതകളും ദേവന്മാരുടെ പേരുകളാണ്. അത് ഇന്നും പലയിടത്തും. അപ്പോൾ അതിൽ ഈ മാഴ്സ് എന്ന് പറയുന്ന ദേവന്റെ ഒരു വലിയ കോട്ട അല്ലെങ്കിൽ ഒരു വലിയ അമ്പലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഈ ഏതൻസ് പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു വലിയ കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ മുകളിൽ പുരാതന കാലത്ത്, പൗലോസ് ചെല്ലുമ്പോഴല്ല, പുരാതന കാലത്ത് അവിടുത്തെ കോടതി കൂടുന്നത് ഈ അരോപയ കുന്നിലായിരുന്നു. അവിടുത്തെ മതപരമായ കാര്യങ്ങളായിരുന്നാലും ജുഡീഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും അതിനുവേണ്ടി കോടതി കൂടിയിരുന്നത് ഈ അരോപക കുന്നിലായിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ഈ അരയോപക കുന്നെന്ന് പറയുന്നത് തന്നെ അവിടെ കൂടുന്ന ആ കൗൺസിലിൻ്റെ പേരും അങ്ങനെ തന്നെ വന്നെന്നാണ്. അരയോപക കുന്നെന്നുള്ള ആ പേര് തന്നെ ആ കൗൺസിലിൻ്റെ പേരാണ്. 300 പേര് കൂടുന്ന ഒരു കൗൺസിലാണ്. എന്നാൽ പിന്നീട് ആ കൗൺസിലിൻ്റെ അധികാരം ക്ഷയിച്ചു വന്നു. പണ്ട് അത് ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്ന കാലത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോടതിയുടെ അധികാരമുണ്ടായിരുന്നെങ്കിലും പിന്നീടും ആ കൗൺസിൽ തുടർന്നെങ്കിലും അതിൻ്റെ അധികാരങ്ങൾ കുറഞ്ഞ് മതപരമായ കാര്യങ്ങൾ മാത്രം തീരുമാനിക്കാനായിട്ട് അന്നും കൗൺസിലുകൾ കൂടുമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഈ മനുഷ്യൻ അന്യദേവതകളെ നമ്മുടെ ദേശത്ത് വന്ന് വേറെ ഏതൊക്കെയോ ദേവതകളെ, അപ്പം നമുക്കത് എന്താണെന്ന് അറിയണം. അത് നമ്മുടെ ദേശത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുമോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഈ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്, അവനെ പിടിച്ചു എന്നാണ്, ഇല്ലേ? പിന്നെ അവനെ പിടിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു പക്ഷേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കും. അറസ്റ്റൊന്നും അവിടെ കൊടുത്തിട്ടില്ല. അവിടെ ഒരു വിചാരണ നടക്കുന്നതായിട്ടോ കുറ്റം ചുമത്തുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ മുമ്പുള്ള ഭാഗത്തൊക്കെ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് അത് അറസ്റ്റാണോ എന്ന് പൂർണ്ണമായിട്ട് ആ വാക്കിൽ നിന്ന് വ്യക്തമല്ല എങ്കിലും പിടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാനതാ പറഞ്ഞത്, അവർക്കൊരു പൂർണ്ണ അധികാരമൊന്നുമില്ല. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ അവർക്ക് അതറിയാനുള്ള അവകാശം ഉണ്ടായിരുന്നതുകൊണ്ട് പൗലോസിനെ പിടിച്ച് ഈ കൗൺസിലിൻ്റെ മുമ്പാകെ 300 പേര് കൂടുന്ന ആ കൗൺസിലിൻ്റെ മുൻപാകെ കൊണ്ടുവന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നതെന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ. അതെന്തെന്ന് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വന്ന് ഈ മതപരമായ ഈ കൗൺസിലിന്റെ മുമ്പിൽ 300 പേരുള്ള ആ കൗൺസിലിന് മുമ്പിൽ നിർത്തിയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അടുത്ത വാക്യം. ഈ അഥേനയിലുള്ള അല്ലെങ്കിൽ ഏതൻസിലുള്ള ആളുകളെ കുറിച്ചുള്ള ഒരു പൊതുവായ ഒരു വാക്യമാണത്. അഥേനരൊക്കെയും പരദേശികളും അവരുടെ ഒരു പ്രത്യേകത എപ്പോഴും പുതുമ അന്വേഷിക്കുന്ന, അത് അവരുടെ ആ തത്വജ്ഞാനത്തിൻ്റെ പ്രത്യേകതയാണ്. എപ്പോഴും പുതുമ അന്വേഷിക്കുന്ന, അതായത് പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിത് മറ്റു വേദഭാഗങ്ങളോട് ചേർത്ത് പഠിച്ചാൽ ഈ തത്വജ്ഞാനികളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എപ്പോഴും പുതുമയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ചിന്താഗതികൾ, മനുഷ്യനെക്കുറിച്ചുള്ളത്, ലോകത്തെക്കുറിച്ചുള്ളത്, ദൈവത്തെക്കുറിച്ചുള്ള പുതിയ ചിന്താഗതികളിലേക്കും, ഞാൻ പറഞ്ഞല്ലോ സോക്രട്ടീസ് മുതൽ ഇങ്ങോട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന ധാരാളം തത്വജ്ഞാനങ്ങളുണ്ട്. അതിൽ നിന്ന് തന്നെ അവർ പിന്നെയും എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെയും ഒരു ആശയങ്ങളിലേക്ക് അവർ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് തീമോഥെയോസ് നമ്മൾ എഴുതുന്നത്. എല്ലായ്പ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ അവരെത്തുന്നില്ല. എന്താണ് സത്യമെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അതാണ് ഫിലോസഫിയുടെ മറ്റൊരു അവസ്ഥയെന്ന് പറയുന്നത്. അതിങ്ങനെ എപ്പോഴും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുക. തത്വജ്ഞാനം അതാണ്, ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ്, ഒരു പുതുമയ്ക്ക് വേണ്ടിയാണ് അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടാണ് പൗലോസ് ഈ അഥേനയിൽ അല്ലെങ്കിൽ അരയോപക കുന്ന് ആ കൗൺസിലിൻ്റെ മുമ്പാകെ ചെന്ന് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുക. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവരോട് പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗം, ഞാൻ പറഞ്ഞല്ലോ ഈ പ്രസംഗം പല രീതിയിൽ നമ്മൾ പൗലോസിൻ്റെ മറ്റ് പ്രസംഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല വ്യത്യാസങ്ങൾ ഇതിനുണ്ട്. ഈ അരയോപക കുന്നിലുള്ള ഈ പ്രസംഗം പൗലോസ് വിജാതീയരാണവർ, അപ്പോൾ തന്നെ തത്വജ്ഞാനികളാണ്. അവരോട് പ്രസംഗിക്കുന്ന രീതി നമ്മൾ വേഗം ഒന്ന് വായിച്ചാൽ നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. 22 മുതൽ ഒന്ന് വായിച്ചാട്ടെ.
അതേന പുരുഷന്മാരെ, നിങ്ങളെല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ആ ആ ആ ആ ആ പൗലോസിന്റെ പ്രസംഗ രീതി അതാണ് മുമ്പേ ഞാൻ പറഞ്ഞു. അതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി തിരുവഴുത്ത് ആധാരമാക്കി ക്രൂശിനെ അവർക്ക് പ്രസന്റ് ചെയ്യുകയും ക്രിസ്തുവിനെ അവർക്ക് പ്രസന്റ് ചെയ്യുകയും ഉയർപ്പിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പൗലോസ് ഈ അധ്യായത്തിൽ വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ട് തത്വജ്ഞാനികളായ മനുഷ്യരോട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളിലൂടെയൊക്കെ പോയി, ഞാൻ പറഞ്ഞല്ലോ 10,000 ആൾക്കാരെ ആ പട്ടണത്തിലുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. 30,000 ബിംബങ്ങളുള്ള ഒരു ദേശം എന്ന് പറഞ്ഞാൽ ആൾക്കാരേക്കാൾ കൂടുതൽ ബിംബങ്ങളും ആരാധന ആലയങ്ങളും അന്യ ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളുമാണ് അവിടെ. അപ്പം അങ്ങനെയുള്ള ഈ പട്ടണത്തിലൂടെ പോയപ്പോൾ തന്നെ മനസ്സിന് ചൂട് പിടിച്ച് പോകുന്ന വഴിയിൽ അദ്ദേഹം കാണുകയാണ് അജ്ഞാത ദേവനെന്ന് എഴുതിയിരിക്കുന്ന ഒരു വേദിക്കല്ല് കാണുകയാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ വായിച്ചത്. അജ്ഞാത ദേവനെന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല്, ഒരു കല്ലിൽ എഴുതിയിരിക്കുകയാണ് അൺനോൺ എന്നെഴുതിയിരിക്കുന്നു, അജ്ഞാത ദേവന്. അപ്പം അന്ന് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത്, ഈ പണ്ട് ആ പട്ടണത്തിൽ കുറേ ആടുകളെ ഇങ്ങനെ തുറന്നു വിടും. അപ്പോൾ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ആടുകളെ ഇങ്ങനെ തുറന്നു വിടുമ്പോൾ ഇതിങ്ങനെ ചെതറിപ്പോയി ഓരോരോ ക്ഷേത്രങ്ങളിലോ ബിംബങ്ങളിലോ ഒക്കെ അടുക്ക പോയത് കിടക്കും. അപ്പോൾ ഏത് ബിംബത്തിൻ്റെ അടുക്ക പോയാണോ അത് കിടക്കുന്നത്, ആ ബിംബത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരിൽ അതിനെ അങ്ങ് എന്ത് ചെയ്യും, കുരുതി കൊടുക്കും. അപ്പോൾ ദേശത്തിന് നന്മയുണ്ട്. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നാണ് പറയുന്നത്. എന്നാൽ ചില ആടുകൾ എന്ത് ചെയ്യും, എങ്ങും ഇല്ലാതെ ഈ ബിംബങ്ങളിലൊന്നും എടുക്കാനില്ലാതെ വേറൊരു എവിടെയെങ്കിലും പോയി അത് തുറസായ സ്ഥലത്ത് പോയി അങ്ങ് കിടക്കും. പക്ഷെ അതിനെ കുരുതി കൊടുക്കുന്നിടത്ത് അവരെവിടെ എഴുതി നോക്കിയത് ഇന്ന ബിംബമെന്ന് അറിയത്തില്ല, അജ്ഞാത ദേവനെന്ന് അവരെഴുതിയ ഒരു കല്ലവിടെ സ്ഥാപിക്കും. അങ്ങനെ ഒരു പാരമ്പര്യം ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു വേദിക്കല്ല് പൗലോസ് കണ്ടു, അവിടെ എഴുതിയിരിക്കുന്നു അജ്ഞാത ദേവൻ. അപ്പോൾ പൗലോസിന് ഇത് സുവിശേഷം പറയാനുള്ളൊരു ഉപാധിയായി പൗലോസ് ഇതിനെ ഉപയോഗിക്കുകയാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ അറിയാത്തൊരാളെ പൂജിക്കുന്നു. ഈ പൂജ എന്നുള്ള പദം നപുംസകമാണ് എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല, അതിനാണ് ഈ പൂജ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പോലും അവർക്ക് അറിവില്ല. ആരാണ് നിങ്ങൾ സേവിക്കുന്ന ദൈവമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു അജ്ഞാത ദൈവം, അൺനോണായിട്ടുള്ളൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ആ ദൈവം ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാ പൗലോസ് അവരോട് പറയുന്നത്. അപ്പോൾ അത് പൗലോസ് സുവിശേഷം അറിയിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിനെ പല നിലയിൽ ചിന്തിക്കുന്നവരുണ്ട്, പല നിലയിൽ ഇതിനെ പഠിക്കുന്നവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പൗലോസിൻ്റെ ഇതുവരെയുള്ള പ്രസംഗ രീതിയേക്കാളും വ്യത്യസ്തമായിട്ട് നേരിട്ട് സുവിശേഷം സാധാരണ ജനങ്ങളോട് അറിയിക്കുന്ന രീതി നമ്മൾ കണ്ടുവന്നു. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് തത്വജ്ഞാനികളായി മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും അതിഭക്തന്മാരാണ്, അതുകൊണ്ടല്ലേ ഇത്തരം ബിംബങ്ങളും ആലയങ്ങളും ഒക്കെ ഇവിടെ ഉള്ളത്. എന്നാൽ നോക്കുമ്പോൾ അതിൽ പേരില്ലാത്തൊരു ദൈവത്തിൻ്റെ ഒരു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാരതത്തിൽ സഭാചരിത്രം പഠിക്കുമ്പോൾ ധാരാളം ഇങ്ങനെയുള്ള ചിന്താഗതികളുണ്ട്. അതിനെ ശരിയായി നമ്മൾ മനസ്സിലാക്കും. റെയ്മൺ പണിക്കർ എന്ന് പറയുന്നൊരു പ്രസിദ്ധനായൊരു തിയോളജിനുണ്ട്, റെയ്മൺ പണിക്കർ. ഞങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്. അതായത് ദ അൺനോൺ ക്രൈസ്റ്റ് ഇൻ ഹിന്ദുയിസം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതായത് ഹിന്ദുയിസത്തിൽ ഇതിൽ നിന്ന് കടമെടുത്തതാണ് അദ്ദേഹം. അതായത് ഹിന്ദുയിസത്തിൽ അറിയപ്പെടാത്തൊരു ക്രിസ്തു ഉണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ആ രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുവിശേഷം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ പൗലോസ് ഇത് കടമെടുത്ത് ആ കാണുന്നത് നിങ്ങൾ അറിയാതെ സേവിച്ചു വന്ന ആ ദൈവം ക്രിസ്തുവാണെന്ന് തെളിയിക്കുകയല്ല, മറിച്ച് സുവിശേഷം അറിയിക്കാനുള്ള ഒരു മുഖാന്തരമായി നിങ്ങളുടെ ഇഗ്നറൻസ്, നിങ്ങളുടെ അറിവില്ലായ്മ, സത്യദൈവത്തെ നിങ്ങൾക്ക് അറിവില്ലാതിരിക്കുന്നു എന്നുള്ള അതിനാണ് അവിടെ പ്രാധാന്യം. അല്ലാതെ ആ കണ്ട കല്ല് അല്ലെങ്കിൽ ആ അണ്ണോണെന്ന് എഴുതിയിരിക്കുന്ന ആള് നിങ്ങൾ ഇതുവരെ പൂജിച്ച ആൾ ക്രിസ്തുവാണെന്ന് തെളിയിക്കുന്നതിലും നിങ്ങളുടെ അറിവില്ലായ്മയാണ് വാസ്തവത്തിൽ അവിടെ എന്ത് ചെയ്യുന്നത്, പൗലോസ് തൻ്റെ സുവിശേഷം അറിയിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഞാനത് പറയാൻ കാരണം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലയളവിൽ ധാരാളം മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, എവിടെയായിരുന്നാലും മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ. എന്നാൽ ക്രിസ്തുവിൽ കൂടെയുള്ള സുവിശേഷം
അതിൻ്റെ യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതുല്യമാണ്. അതിനോട് തുല്യം വേറൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യന് നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ഇന്നുള്ള പല ക്രൈസ്തവ സഭകൾ പോലും ഈ സംഘർഷഭരിതമായ ലോക സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു പ്രസ്താവന വേണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. സാധാരണ ജനങ്ങളോടുള്ള കരുണയും സ്നേഹവും, യേശു പ്രദർശിപ്പിച്ച സ്നേഹവും കരുണയും മനസ്സലിവും കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ തൃപ്തിപ്പെട്ടു പോകുന്ന അനേക സമൂഹങ്ങൾ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മളവരെ ഇങ്ങോട്ട് ഈ ഒരു മാർഗത്തിലേക്ക് നയിക്കണോ, അത് സംഘർഷത്തിന് കാരണമാകുകയില്ലേ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യനോടുള്ള കമ്പാഷൻ, സ്നേഹം വിലപ്പെട്ടതാണ്. ഏത് ജാതിയിൽപ്പെട്ട ആളായിരുന്നാലും, നമ്മൾ വിശ്വസിക്കുന്നതിനെതിരായി വിശ്വസിക്കുന്ന ആളായിരുന്നാലും അവരോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ നമുക്കുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ അന്ത്യകൽപ്പന, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ കൽപ്പനയ്ക്കാണ് പ്രാധാന്യം. അതിന് കോട്ടം തട്ടുന്ന, അതിന് മുറിവേൽക്കുന്ന, അതിന് വിഘ്നം വരുന്നത് എന്ത് കാണുമ്പോഴും സത്യദൈവത്തെ അറിയുന്നൊരു ദൈവം ഇതിൻ്റെ ഹൃദയത്തിൽ മുറിവേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായി. പൗലോസിന് അതാണ് ഇവിടെ സംഭവിച്ചത്. പൗലോസിന് ആ പട്ടണനിവാസികളോട് സ്നേഹമുണ്ട്, അവരുടെ അവസ്ഥ കാണുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ യേശുവിനെ പൗലോസിന് ആ പട്ടണക്കാർ കൊടുക്കുന്നതിൽ യാതൊരു മടിയും പൗലോസ് കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം. അപ്പോൾ കരുണയുടെ പേരിലായിരുന്നാലും, ദയയുടെ പേരിലായിരുന്നാലും, അനുകമ്പയുടെ പേരിലായിരുന്നാലും ഒരിക്കലും സുവിശേഷം നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് വേണം. നമുക്കറിയാം, പല മെയിൻ ലൈൻ ചർച്ചസ് ഇന്ന് കാണുന്ന പല നാമധേയ സഭകളും ആ നിലയിൽ മാത്രം തൃപ്തിപ്പെട്ടു പോകുന്നവരാണ്. വെറുതെ സംഘർഷം ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു ലേബലിൽ അവർ ആ യുണീക്ക്നെസ്, അല്ലെങ്കിൽ നമ്മൾ പ്രസ്താവിക്കുന്നതാണ് സത്യമെന്ന് പറയാൻ ചിലർ മടിക്കുന്നുണ്ട്. കേവലം കാരുണ്യത്തിൻ്റെയും സഹാനുഭൂതിയുടെ ഒക്കെ പേര് പറഞ്ഞ് ആ നിലയിൽ മാത്രം ഒതുങ്ങുന്ന സമൂഹമായി ക്രൈസ്തവ സഭകൾ പലതും മാറുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ഇന്നും നെഞ്ചും നെറ്റിയും കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ഒരുവന് രക്ഷ പ്രാപിപ്പാൻ കഴിയുന്നതെന്ന് പറയുവാനും അതിനുവേണ്ടി മനുഷ്യരെ ആഹ്വാനം ചെയ്യുവാനും ഇടയായിത്തീരുന്നത് ഒരിക്കലും ഒരു സംഘർഷം മുന്നിൽ കണ്ടുകൊണ്ടൊന്നുമല്ല, നമ്മളവരെ സ്നേഹിക്കുന്നുകൊണ്ട് തന്നെയാണ്. കാരണം നിത്യജീവൻ അവകാശമാക്കുവാൻ ഏക വഴിയേ ഉള്ളൂ, അത് ക്രിസ്തുയേശുവിൽ കൂടെ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസിൻ്റെ പ്രസംഗങ്ങളിൽ, അപ്പം അതൊരു മുഖാന്തരമായി ഉപയോഗിക്കുന്നു. ആ അജ്ഞാത ദേവനെന്നുള്ള ആ വേദിക്കല്ല് കണ്ടപ്പോൾ, നിങ്ങൾ പൂജ അർപ്പിക്കുന്ന ഈ അജ്ഞാത ദേവൻ, നിങ്ങളുടെ അറിവില്ലായ്മയാണ് അവിടെ പൗലോസ് എടുത്തു കാണിക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല ആ സത്യദൈവം ഏതാണെന്ന് അവിടെ കാണിക്കുന്നു. ഒന്നാമത് പൗലോസിൻ്റെ പ്രസംഗം തുടങ്ങുന്നത് സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് 5 കാര്യങ്ങൾ അവർ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ പ്രസംഗം വാസ്തവത്തിൽ നമ്മൾ വിശദമായിട്ട് അതിന് 34 വരെ ഉള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചാൽ ആ പ്രസംഗം 5 പ്രധാന കാര്യങ്ങളുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ നമുക്ക് അല്പം വിശദമായിട്ട് അത് പഠിക്കുന്നത് നല്ലതാണ്. കാരണം ആ പ്രസംഗത്തിന് അതിൽ തന്നെ ചില പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്നൂടെ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ചിന്താഗതി അവസാനിപ്പിക്കാം. അതിന് 32 മുതൽ ഒന്ന് വായിച്ചാട്ടെ. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കേട്ടിട്ട്, അപ്പോൾ അതിൻ്റെ അവസാനം വന്നപ്പോൾ അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്നൊരു വാക്യമാണ്. നമ്മൾ പരസ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്യമാണ്. അതൊന്ന് വായിച്ചേ. അത് പൗലോസിൻ്റെ അഥേനയിലെ പ്രസംഗത്തിൻ്റെ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ പ്രസംഗത്തിനിടയിൽ പ്രസംഗിച്ച ഒരു വാചകമാണ്. നമ്മളെപ്പോഴും നമ്മുടെ പരസ്യങ്ങളിലൊക്കെ സാധാരണ പറയുന്നതാണ്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അറിയായ്മയുടെ കാലങ്ങളെ, ഞാനതാ പറഞ്ഞത്, അവിടെ പൗലോസ് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ അറിവില്ലായ്മയാണ്. അവർക്ക് അറിയാതെ ചെയ്യുകയാണ് ഓരോ കാര്യങ്ങൾ. ഭക്തരാണ് അവർ, പക്ഷേ അവർക്ക് അറിയത്തില്ല സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല, യഥാർത്ഥ വഴി ഏതാണെന്ന് അവർക്കറിയത്തില്ല, ജീവന്റെ മാർഗം ഏതാണെന്ന് അറിയത്തില്ല, നിത്യജീവനുള്ള വഴി ഏതാണെന്ന് അവർക്കറിയത്തില്ല. ആ അറിവില്ലായ്മയാണ് അവിടെ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ലക്ഷ്യമാക്കാതെ, ഗണ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും
എല്ലാവരും. നോക്കിയ ദൈവമക്കളെ, അത് എല്ലാ സകല മാനവജാതിയെ ഉൾക്കൊള്ളുന്ന രണ്ട് പദങ്ങളല്ലേ. എല്ലായിടത്തും എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരം എന്നുള്ള പദത്തിന്റെ അർത്ഥം പാപത്തിൽ നിന്നുള്ള മടങ്ങിവരവാണ്, റിപ്പന്റ് ചെയ്യുകയാണ്. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള സൂചന അവിടെ കൊടുക്കുന്നുണ്ട്. ഏത് മനുഷ്യനും പാപിയാണ്, അവന്റെ ആ പാപ സ്വഭാവത്തിൽ നിന്നുള്ള മാനസാന്തരം ആവശ്യപ്പെടുകയാണ്. മാനസാന്തരത്തെക്കുറിച്ച് അവിടെ പറയുന്നത്, അതായത് പറഞ്ഞ പ്രസംഗത്തിൽ 5 പ്രധാന പോയിന്റ് ഉണ്ട്, നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പൊ മാനസാന്തരത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു, മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം കൽപ്പിക്കുന്നു അല്ലേ, മനുഷ്യരല്ല കൽപ്പിക്കുന്നു. ഇവിടെ ദൈവം എന്നുള്ള പദമുണ്ട്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുക. ആരാ അപ്പൊ കൽപ്പിക്കുന്നേ? ദൈവം കൽപ്പിക്കുകയാണ്. ദൈവം എല്ലാ മനുഷ്യരോടും കൽപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് ദൈവം കൽപ്പിക്കും. എല്ലായിടത്തും എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അടുത്ത വാക്യം, 31-ാം വാക്യം. ദൈവം നിയമിച്ച ഒരു പുരുഷനുണ്ട്. അതാരാണ്? യേശു ക്രിസ്തുവാണ്. പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അതിനൊരു ദിവസത്തെ. അപ്പം അത് അവസാനിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചാണ് അത് ആരംഭിക്കുന്നതെങ്കിൽ ന്യായം വിധിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞാണ് ആ പ്രസംഗം അവസാനിക്കുന്നത്. താൻ നിയമിച്ച പുരുഷൻ യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കും, ഒരു ന്യായവിധി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിയാണ് ആ പ്രസംഗം അവസാനിക്കുന്നത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ. അപ്പോൾ നോക്കുക, പാപത്തെക്കുറിച്ചും സൂചന നൽകുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങളാണ് ഇതിലെ. ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നോക്കുക, പാപത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം. പിന്നീട് പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ഈ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. നമുക്കറിയാം അതാരാണെന്നറിയാൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഈ എപ്പിക്യൂറിയൻസ് ആണ്. അവരെ സംബന്ധിച്ച് തിന്നുക, കുടിക്കുക, ചാകും, ആനന്ദിക്കുക, നാളെ ചാകും. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് വിശ്വാസമില്ല. അവർ പരിഹസിച്ചു. ഇത് കേട്ടപ്പോൾ അവർ പരിഹസിച്ചു. ഇതെന്തോ ഈ പറയുന്നത്? യേശുവിനെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ അവർ പരിഹസിച്ചു. എന്നാൽ മറ്റു ചിലർ സ്റ്റോയിക്കരാണ്. അവർക്ക് ന്യായവിധി ഉണ്ടെന്നറിയാം, ദൈവത്തിൻ്റെ വിധിയാണ് മനുഷ്യന് വരുന്നതെന്നറിയാം, മനുഷ്യന് ദൈവം കൽപ്പിക്കുന്നതെല്ലാം അവരവർ സ്വീകരിക്കണമെന്നും അത് നന്മയായാലും തിന്മയായാലും സ്വീകരിക്കണമെന്നും ഒക്കെ അറിയാവുന്നവരാണ് ഈ സ്റ്റോയിക്കർ. അവർക്ക് കുറച്ച് ദൈവവിശ്വാസമുള്ളവരാണ്. മനുഷ്യനിലെല്ലാം നന്മയുടെ അംശമുണ്ടെന്നും അവസാനം ആ നന്മയുടെ അംശം മാത്രം ദൈവത്തിൽ ചെന്ന് ചേരുമെന്നും ഒക്കെ അവർക്ക് വിശ്വാസമുണ്ട്. അതൊക്കെ അവരുടെ തത്വജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവർ പറഞ്ഞു, നിന്റെ പ്രസംഗം എന്ത് ചെയ്യാം, പിന്നെ ഞങ്ങൾ കേൾക്കാം, ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ ഞങ്ങൾ കേൾക്കാം. ഒരു കൂട്ടർ പരിഹസിച്ചു, മറ്റുള്ളവരെ കൂടുതൽ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായ റിസൾട്ടിനെ കുറിച്ച് അവസാനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. രണ്ടുപേരുടെ പേരവിടെ പറയുന്നുണ്ട്. അവരിൽ അരയോപകസ്ഥാനിയായ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അരയോപകം എന്ന് പറഞ്ഞാൽ ആ കൗൺസിലാണ്. ആ കൗൺസിലിൽ ഒരു 300 പേരോളം ഉണ്ട്. ആ 300 പേരിൽ ഒരാളെ കർത്താവ് സന്ദർശിച്ചു. അരയോപകസ്ഥാനിയായ ദിയാനിയോസിയോസ് എന്ന് പറയുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവരെ പൗലോസിനോടൊപ്പം ഈ ദൈവവചനം കേട്ട് വിശ്വസിച്ച് ചേർന്ന് വന്നു. ദിയാനിയോസിയോസും പിന്നെ ദമരിസ് എന്ന് പേരുള്ള ഒരു സ്ത്രീയും മറ്റ് ചിലരും ഉണ്ടായിരുന്നു. ഇത് മാത്രമാണ് പൗലോസിന്റെ ഈ ഏഥൻസിലെ സുവിശേഷ വേലയുടെ ഒരു റിസൾട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, പ്രത്യക്ഷമായ ഇതുവരെയും പൗലോസിന്റെ സുവിശേഷ യാത്രയിൽ ഇതുവരെയും ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഈ അഥേനയിൽ മാത്രമാണ് പൗലോസിന് പ്രതികൂലങ്ങളൊന്നും ഉണ്ടായില്ല. പ്രസംഗത്തെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും കല്ലെറിയുകയോ ആളുകളെ വിളിച്ചുകൂട്ടി ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേത് ഇൻസിഡൻറ്റ് നമ്മൾ നോക്കിയാലും, ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഇൻസിഡൻറ്റും നോക്കിയാലും ഈ അഥേനയിൽ പ്രത്യക്ഷമായ യാതൊരു എതിർപ്പും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥന്മാർ പറയുന്നുണ്ട് പ്രത്യക്ഷമായൊരു ഫലവും അതിനുണ്ടായില്ലെന്നാണ്. ഒരു പക്ഷേ അത് ശരിയായിരിക്കാം. കാരണം നമ്മൾ മുമ്പ് വായിച്ച എല്ലായിടങ്ങളിലും എവിടെല്ലാം എതിർപ്പുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം
സഭ വളർന്നിട്ടുണ്ട് അവിടെയെല്ലാം. പ്രത്യേകിച്ച് ഏതൻസിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഒരു സഭ ഉടലെടുത്തില്ലെന്നാണ്. ചിലരൊക്കെ പേര് പറയുന്ന ചിലർ വിശ്വാസത്തിൽ വന്നു, അല്ലെങ്കിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു, എങ്കിലും അവിടെ ഒരു സഭ ഉടലെടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട ബെരോവയിലാണെങ്കിലും തെസലോനിക്കയിലാണെങ്കിലും ഫിലിപ്പിയിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഏതൻസിൽ നടന്ന, അഥേനയിൽ നടന്ന സുവിശേഷീകരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പൗലോസിൻ്റെ പ്രസംഗ രീതി. രണ്ട്, പൗലോസിൻ്റെ പ്രസംഗം, അതിൻ്റെ ഉള്ളടക്കം. മൂന്ന്, ആ ദൈവവചന പ്രഘോഷണത്തിലുണ്ടായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമായി ഉണ്ടായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും വളരെ ചിന്തനീയമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് മനസ്സിലാക്കുക. ഇതിനു മുമ്പ് ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വിജാതീയരോട് പ്രസംഗിക്കുമ്പോഴും പൗലോസിനുണ്ടായ അനുഭവം, താൻ പ്രസംഗിച്ച വചനം അല്ലെങ്കിൽ കേൾക്കുന്ന കേൾവിക്കാർ അവർക്കത് മനസ്സിലാക്കാൻ കഴിയാതെ അവർ അതിനെ തെറ്റിദ്ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിജാതീയരോട് പ്രസംഗിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, പൗലോസ് ചെന്ന് ലുസ്ത്രയിലുള്ളവരോട് പ്രസംഗിച്ചപ്പോൾ, അല്ലെങ്കിൽ അവിടെ ചെന്ന് അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവരെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവർ വിചാരിച്ചത് എന്താണ്? 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാമോ? 14:11. ലുസ്ത്രയിൽ വെച്ച് വിജാതിയരുടെ മുമ്പിൽ വെച്ച് അവർ സുവിശേഷം അറിയിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്? അവര് അന്നും തെറ്റിദ്ധരിച്ചു. ലുസ്ത്രയിലുള്ള വിജാതിയരും തെറ്റിദ്ധരിച്ചു. ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് പേര് വിട്ടു. ആരാ? അപ്പൊ 2 പേര് വന്നിരിക്കുന്നു, 2 ദേവന്മാരാ വന്നിരിക്കുന്നത്. ആരാണ്? നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രനെന്നും, അപ്പം ഇന്ദ്രനും ബുധനും നമ്മുടെ ഇടയിൽ വന്നു എന്നാണ് അന്ന് വിജാതിയർ മനസ്സിലാക്കിയത്. ഇതുപോലെ തന്നെ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിച്ച മറ്റൊരു പ്രസംഗമാണ് ഈ അഥേനയിൽ പ്രസംഗിച്ചത്. അവർ പറഞ്ഞ എന്തുവാണ്? നമ്മളിവിടെ വായിച്ച എന്തുവാണ്? ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നുവെന്ന് ചിലർ പറഞ്ഞു. അന്യദേവതകളെ ഘോഷിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഇവർ ദേവന്റെ രൂപത്തിൽ ഞങ്ങളുടെ ഇടയിൽ വന്നതാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും അന്യജാതിക്കാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചപ്പോൾ പൗലോസിൻ്റെ പ്രസംഗത്തെ, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം സുവിശേഷം വ്യക്തമാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇടയാക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും നമുക്കറിയാം മനുഷ്യർ നമ്മെ തെറ്റിദ്ധരിക്കാറുണ്ട്. ദൈവവചനം സത്യമായി നമ്മൾ പ്രസംഗിക്കുമ്പോഴും വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ചൊക്കെ അത് നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴും പല നിലയിൽ നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. സത്യദൈവത്തെ യഥാർത്ഥമായി അത് മറ്റുള്ളവരിലേക്ക് നൽകുവാനായിട്ട് ദൈവം ഇന്നും അനേകരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവം വിവിധ മുഖാന്തരങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നെയും നിങ്ങളെയൊക്കെ ദൈവം അതിൻ്റെ ഭാഗമാക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. പല നിലകളിൽ ഞാൻ പറഞ്ഞില്ല, വ്യത്യസ്തമായ നിലയിൽ സുവിശേഷീകരണം ഇന്ന് ഈ ലോകത്തിന് ആവശ്യമാണ്. അതിൽ ഒരുപക്ഷെ പത്രവാർത്തകളിലൂടെ, ടിവികളിലൂടെ, പല നിലയിലുള്ള വ്യത്യസ്തമായ നിലയിലുള്ള സുവിശേഷീകരണ മാധ്യമങ്ങളിലൂടെ കർത്താവ് ഇന്ന് നമ്മുടെ ലോകത്തെ അത് ക്രിസ്തുവിലേക്ക് തിരിക്കുവാനുള്ള ദൈവീയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കും അതിനായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി ഏൽപ്പിക്കുകയും ചെയ്യാം. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കഴിവുകളൊക്കെ ആ നിലയിൽ കർത്താവ് വരാൻ താമസിച്ചാൽ കേവലം മുമ്പേ പറഞ്ഞതുപോലെ ശബത്തിൽ പള്ളിയിലുള്ള പ്രസംഗം മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഡേ ബൈ ഡേ ദിവസം തോറും ചന്തസ്ഥലത്ത് പോയി പൊതുസ്ഥലത്തുള്ള ആളുകളോട് ഇടപെടാനും അന്നുണ്ടായിരുന്ന ഇൻ്റലക്ച്വൽസിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാനും പൗലോസിന് ഉപയോഗിച്ച പോലെ നമ്മയൊക്കെ ഓരോ നിലകളിൽ നമ്മളായിരിക്കുന്ന നിലകൾ, അതിന് നമുക്ക് വലിയ അറിവോ ജ്ഞാനമോ ഒന്നും ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, പൊതുസ്ഥലത്തുള്ള ആളുകളോട് സംസാരിക്കാൻ വലിയ ദൈവശാസ്ത്രമൊന്നും വേണ്ട. യേശുവിനെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിസ്സാരമായ ചില അനുഭവങ്ങൾ മാത്രം മതിയാകും. അപ്പോൾ ഓരോ നിലകളിൽ, വ്യത്യസ്തമായ നിലകളിൽ കർത്താവ് എന്നെ നിങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിന്നാൽ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കാനിടയായി തരും. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഉള്ളം എപ്പോഴും ചൂട് പിടിക്കേണ്ടത്, മനസ്സ് ചൂട് പിടിച്ചെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. നമ്മൾ
നമ്മുടെ മനസ്സ് ചൂട് പിടിക്കുന്നത് എപ്പോഴാണ്? അതെപ്പോഴും ചിന്തിക്കണം. ചൂട് പിടിക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ ചൂട് പിടിക്കുന്നതിനെക്കുറിച്ചൊരു വാചകം അതിനകത്തുണ്ടല്ലോ. ഞാനതിന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ ചൂട് പിടിക്കേണ്ടത് എവിടെയാണ്? വാസ്തവത്തിൽ ദൈവ മഹത്വം കളങ്കപ്പെടുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റെന്തെങ്കിലും എടുക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നമ്മുടെ മനസ്സ് ചൂട് പിടിക്കണം. അതൊരു പ്രചോദനമാകണം. എന്തിന്? ഇവിടെ പൗലോസിന് അത് സുവിശേഷ പ്രവൃത്തി ചെയ്യാനൊരു പ്രചോദനമായി. തീമോഥെയോസിനെയും ശീലാസിനെയും കാത്തിരുന്ന വന്നേച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്ന, പക്ഷേ ഈ ബിംബങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ തനിക്കങ്ങ് ചൂട് പിടിച്ചു. പിറ്റേ ദിവസം തന്നെ ഇറങ്ങി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാൻ തുടങ്ങി. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ അപ്പോൾ അവിടെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കേവലം കാരുണ്യ പ്രവർത്തനങ്ങളിലോ മറ്റേതെങ്കിലും നിലകളിലോ മാത്രം ഒതുങ്ങുക ദൈവ മഹത്വമെന്നുള്ളതായിരിക്കണം നമ്മെ ചൂടുപിടിപ്പിക്കേണ്ടത്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവീയ വിഷയങ്ങളിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവമഹത്വം. നമ്മൾ ദൈവം ശക്തമായി പഠിച്ചാൽ, ദൈവമക്കളെ, ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ യശയപ്രവചനത്തിലാണ്, ദൈവം തന്നെ മഹത്വം ആർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും കവരാതിരിക്കട്ടെ. ദൈവമഹത്വത്തിന് വിരുദ്ധമായുള്ളത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ കർത്താവേ നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ഒരു പട്ടണം, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഏതൻസ് മനോഹരമാണ്, പക്ഷേ ആ മനോഹാരിതയൊന്നും പൗലോസിനെ സ്വാധീനിച്ചില്ല. കാരണം എന്താണ്? അവിടെ ദൈവമഹത്വമല്ല. നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല ശില്പകലയൊക്കെ അവിടെ ഉണ്ട്, ഒത്തിരി നല്ല ആളുകൾ അവിടെ ഉണ്ട്, പക്ഷേ ദൈവമഹത്വം അത് ഇല്ലാതെ പോകുന്നത് കണ്ടപ്പോൾ, അതൊന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സ് ചൂട് പിടിച്ചു. നമ്മുടെ ജീവിതത്തിനും കർത്താവെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും കർത്താവിന് ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റൊന്നും എടുക്കാതെ നമ്മുടെ ഹൃദയത്തെ ചൂട് പിടിപ്പിക്കേണ്ടത് ദൈവമഹത്വം മാറി നിൽക്കുമ്പോൾ, ദൈവമഹത്വത്തിനല്ലാത്തത് കാണുമ്പോൾ. ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് വിധേയപ്പെടാം, ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രവൃത്തി മേഖലയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ആ ദൈവമഹത്വത്തിനായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ ഒന്നുകൂടെ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾ ചുരുക്കമായി പ്രാർത്ഥിച്ചു.